ഇന്നലെയാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഇന്നലെ തന്നെ ഞാൻ അവിടെ സ്പോട്ടിലുണ്ടായിരുന്ന നോർത്ത് കേന്ദ്ര SP-യുമായി സംസാരിച്ചു. അവിടെ ഹെവി റെയിൻ എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്രൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ നേവിയുടെ ടീം വരും. അവരിന് ശേഷം റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അത് കൂടാതെ ഞാൻ കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. അവരും അത് നേവി എന്ന് വന്ന് തെരച്ചിൽ ആരംഭിക്കും എന്നാണ് എന്നെ അറിയിച്ചത്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം, അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യണമെന്ന് അവർ രണ്ടുപേരോട് അഭ്യർത്ഥിച്ചു. ഇന്നലെ തന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്ക് മെയിൽ കൊടുത്തു, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട്. അതുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ ഞാനിപ്പം അർജുന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരം ഈ GPS ആക്റ്റീവ് ആണ്, എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്യാം. പക്ഷെ എന്നിട്ടും ഇത്ര താമസിക്കുന്നത് ഒരു മനുഷ്യൻ അതിനുള്ളിലുണ്ട് എന്നുള്ള കാര്യം. എന്നോട് SP സ്പോട്ടിൽ 3 ദിവസം സ്പോട്ടിൽ അദ്ദേഹം പറഞ്ഞ എന്നോട് അവിടുത്തെ ഹെവി റെയിനാണ്, കഠിനമായ മഴയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കൂടിയിരുന്ന് വെള്ളപ്പൊക്കമായി മാറുന്നു എന്നൊക്കെയാണ് അവർ എന്നോട് ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ടാണ് നേവിയെ വിളിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ അർജുന്റെ സഹോദരനുണ്ട് അഭിജിത്ത് അവിടെ. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ യാതൊരു സംവിധാനവും ഇല്ല, ആരുമില്ല, കുറച്ച് ആളുകളെ വെച്ച് റോഡിലെ മണ്ണ് മാത്രമാണ് മാറ്റുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് കർണാടകത്തിലെ. ഹലോ, അവരാണ് എന്നോട് പറഞ്ഞത് നേവി അവിടെ ഇന്നിപ്പോ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന് അറിയിച്ചു. ഇതാണ് ചെയ്യാൻ കഴിയാവുന്ന എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി വരികയാണ്. ശരി, നന്ദി ശ്രീ M.K. രാഘവൻ പ്രതികരിച്ചതിന്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചു മന്ത്രി MP M.K. രാഘവനും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള MP-മാർ കർണാടകയുമായി ബന്ധപ്പെടുന്നുണ്ട്. സർക്കാരുമായി നിരന്തരം ഈ സഹായത്തിനുള്ള കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ നേവിയെ എത്തിച്ച് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങളാണ്. ശക്തമായ മഴയാണ്, ഈ പ്രതികൂല കാലാവസ്ഥയാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്നത് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. വലിയ മഴ കാരണം രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നാണ് കർണാടകയിലെ SP-യുമായി സംസാരിച്ചപ്പോൾ, ഈ സ്ഥലത്തെ SP-യുമായി സംസാരിച്ചപ്പോൾ ലഭിക്കാൻ സാധിച്ച വിവരം എന്നാണ് MP M.K. രാഘവൻ പറയുന്നത്. വലിയ ഇടപെടൽ നടക്കുന്നുണ്ട്, പക്ഷെ ഇത്രയധികം വൈകുന്നു എന്നുള്ളതാണ്. കാലാവസ്ഥയാണെങ്കിലും ഈ GPS സംവിധാനം വഴി ആ സ്ഥലത്ത് തെരച്ചിൽ നടത്താവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു വിശദമായി.